तू जो कभी चाहे कौन सिखाए दिल की कैसे सुनते हैं कभी जो मंजिल ना आसान रंजिश कोई दरमियां खत है जो तुझको लिखे शायद मिल ना सके खैर तू अब जो मिले सुन ले ये सदा कैसी दिल लगी है तू कैसी बेबसी है तू मेरी जिंदगी है तू मेरी जिंदगी है आँखों की नमी है तू। Hey all, Assalamualaikum, welcome or welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഓൾറെഡി ഇൻട്രോ കണ്ട പോലെ തന്നെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വ്ളോഗാണ്. ഒരു ചെറിയ സർപ്രൈസ് ആണ് കേട്ടോ. നിങ്ങൾ ഈ വ്ളോഗ് ഏകദേശം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. രാവിലെ തന്നെ നമ്മൾ മമ്മാൻ്റെ അടുക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ലോങ് വീഡിയോസ് ഒന്നും അങ്ങനെ എടുക്കാണ്ടായിട്ട് ചില സമയത്ത് ഞാൻ തന്നെ മറന്നു പോകും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മറന്നു പോയപ്പോൾ ഞാൻ ഈവനിങ് ആണ് ബാക്കി ക്ലിപ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഉമ്മച്ചി നമ്മളെ തറവാടിൻ്റെ അവിടേക്ക് പോകാൻ നിന്നപ്പോൾ വരുന്നുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പിന്നെ വെറുതെ ബോറടിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നതാണ്. മെയിനായിട്ട് ഞാൻ തറവാടിൻ്റെ അവിടേക്ക് പോകാൻ വിചാരിച്ചതിന് അവിടെ ഒരു ഇരുമ്പാമ്പുളിയുടെ മരം ഉണ്ട് ഗായ്സ്. അത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ ഗായ്സ് ചക്ക ഇഷ്ടമുള്ളതുകൊണ്ട് ഉമ്മച്ചി ഇവിടെ ചക്ക മുറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ചായി നമ്മൾ ലോങ് വീഡിയോ എടുത്തിട്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുക്കാൻ വിചാരിച്ചതാണ്. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഈ വ്ളോഗ് ഫുള്ള് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ വെച്ച് ചക്ക മുറിച്ചത് കൊണ്ട് തന്നെ അതും കൂടെ കഴിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഈ ചക്ക മാങ്ങ കാറ്റഗറിയിൽ എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം ചക്കയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ചക്ക അത്യാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഉച്ചക്കാട് ബെഡിൽ നിന്ന് നിൽക്കുന്നത് എന്നെയൊക്കെ വയ്യാത്തതുകൊണ്ട് ഞാൻ കിടക്കായിരുന്നു ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തറവാടിൻ്റെ അവിടേക്ക് പോകാൻ നിൽക്കായിരുന്നു. പോകുന്ന വഴിയിൽ കുറേ ആടുകളും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ വഴികൾ. ഉമ്മച്ചുള്ള ധൈര്യത്തിലാണ് നമ്മൾ പോകുന്നത്. അതൊക്കെയറിയാം. ഭയങ്കര പേടിയാണ്. ഇവിടെ മൊത്തം തൊടുവാണ്. ഇവിടെ മൊത്തം ഇതാണ്. ഇത് പെറുക്കാൻ പാത്രം എടുത്തിട്ടല്ലോ. ഇരുമ്പാമ്പുളി അഥവാ പുളിച്ചിക്ക, ഇരുമ്പൻ പുളി. വരക്കട്ടെ. ഈ നിലത്തുള്ള എടുക്കാൻ പറ്റില്ല. ശരിയാണ്. ഞാൻ പണ്ട് വരുന്ന കഴിച്ചു ഓർമ്മയുണ്ട്. ഇവിടെ കണ്ടു പുളിച്ചിക്കാണ്, പുളിഞ്ചിക്ക. നല്ല രസമുണ്ട്. അപ്പുറത്തുണ്ട് കാണിച്ച. ഇവിടെ ഒക്കെ ഇരുമ്പാമ്പുളിയാണ് അഥവാ പുളിച്ചിക്ക. പുളിഞ്ചിക്ക എന്നാണ് പറയാൻ തോന്നുന്നത്. പുളിഞ്ചിക്ക അതാണ് മൊത്തം. കൊതി അടിക്കുന്നുണ്ട്. നമുക്ക് വേറെ സ്ഥലം കലയാക്കാം. ഇവിടെ മൊത്തം ഇരുമ്പാമ്പുളിയാണ്. നമുക്ക് കിട്ടിയത് കൊണ്ട് പോവാം. നമ്മൾ പാത്രമോ കവറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെറുക്കാം. ഓക്കെ. ഇവിടെ ഭയങ്കര കൊതുകടിയാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ പോവാം. എന്നിട്ട് നാളൊക്കെ ആയിട്ട് പാത്രമോ കവറായിട്ട് വരാം. എന്നിട്ട് മൊത്തം പറിച്ചുകൊണ്ടേ നമുക്ക് ഉപ്പിലിടാം. നമുക്ക് ടേസ്റ്റ് ഉണ്ടാവട്ടെ. നമുക്ക് വേഗം പോവാം ഗൈസ്. പേടിയാണ് എനിക്ക്. ഇത് കൂടെ പോവാം. അപ്പോൾ ഇവിടെ കിട്ടിയ പുളിഞ്ചിക്കയറ്റ് ഞാൻ നടക്കുകയാണ്. ഇതുള്ളു കൊണ്ടുപോയി കഴിഞ്ഞാൽ ആർക്ക് വേണ്ടി വരും. അത് നമുക്ക് കൊണ്ടുകൊടുക്കാം. ഇങ്ങനെ തിന്ന് നോക്കാം. ഓക്കെ ബൈ. അപ്പോൾ ഗായ്സ് ഇന്ന് രാത്രി ഒരു സർപ്രൈസ് ഉണ്ട്.
നമ്മൾ രാത്രി ഒരു സ്ഥലം വരെ പോവാണ്. എന്താന്നുള്ളത് നിങ്ങൾ ഈ വ്ളോഗ് കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. യെസ്, സർപ്രൈസ് ആണ്, ഇതുവരെ സർപ്രൈസ് ആണ്. ഇനി അങ്ങോട്ടേക്ക് എന്താണെന്ന് അറിയില്ല, നോക്കാം ഗൈസ്. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, സ്റ്റോറേജിൻ്റെ ഇഷ്യൂസൊക്കെ കൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഇടാനൊന്നും പറ്റാഞ്ഞത്. അപ്പോൾ ഇതന്നെ ഇനിയിപ്പോൾ ഇരുന്നിട്ട് സ്റ്റോറേജ് ഒന്ന് ക്ലിയർ ആക്കണം, ഇന്ന് ബാക്കിയുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്കൊരു സംഭവം റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസിലേക്ക് പോവാം. സത്യം പറഞ്ഞു ഞാനിങ്ങനെ ഓൺ വോയിസിൽ വീഡിയോ എടുത്തിട്ട് വോയിസ് ഓവർ ആക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താന്നുള്ളത് ഞാൻ കാണിച്ചത്. അപ്പോഴാണ് ഒരു കാര്യം ആലോചിക്കുന്നത്. ഞാൻ അവിടുന്ന് ഒരു ട്രൈപോഡൊക്കെ കൊണ്ടാണ് വന്നിക്കുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഞാൻ വീഡിയോ എടുക്കാൻ കഷ്ടപ്പെടും, സംഭവം ഞാൻ മറക്കും. അപ്പം ഇന്ന് ഞാൻ ട്രൈപോഡ് എടുത്തിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ കാണിച്ചു തരാം. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു സംഭവം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ബൊക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവണം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ വ്ളോഗ് കണ്ട് നമുക്ക് എന്തായാലും മനസ്സിലാവും. ഫ്ലവേഴ്സ് ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ഒറിജിനൽ ആണെന്നുണ്ടെങ്കിലും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ബൊക്കറ്റ് ഉണ്ടാക്കാനുള്ള ഓരോ പ്രിപ്പറേഷൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സെലോ ടേപ്പ്, ടിഷ്യൂ ടേപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ചധികം കാലമായി ഞാൻ ഈ ബൊക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇംപെർഫെക്ഷൻസ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ കാണാനുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ ലവ്ഡ് ഇറ്റ്. ഈ തിരക്കിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന സമയത്തേക്കാരൊക്കെ ഇങ്ങനെ ഓരോ ഐഡിയാസ് വരിക, കുറച്ച് വെറൈറ്റി ആക്കിയിട്ട് ഉണ്ടാക്കിയാലോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ കൂടുതൽ വെറൈറ്റിക്കൊന്നും പോവാതെ ഞാൻ നോർമലായിട്ടുള്ളൊരു ബൊക്കെയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ചായ അതേപോലെ തന്നെ അവിൽ നനച്ചതും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ കൂടെ കഴിച്ചിട്ടാണ് ഇത് സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ക്ലിപ്സും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ഈ ബൊക്കെ ഷീറ്റ് കവർ ചെയ്യുന്നതൊക്കെ അത്യാവശ്യം പാടുപെട്ടിട്ടായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫൈനലി നമ്മൾ ബൊക്കെ സെറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പ്രാക്ടീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടി പറ്റും, അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ ഞാനിങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഇടയിൽ ഗ്യാപ്പ് വരുന്നത്. സോ അതിനും കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് ഇംപെർഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും എനിക്ക് ഫൈനൽ ലുക്ക് അത്യാവശ്യം ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ബൊക്കറ്റ് ഷീറ്റ് തികയോ ഇല്ലേ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, കാരണം ഒക്കെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് കുറച്ച് ടെൻഷൻസ് ഉണ്ടായിരുന്നെങ്കിലും റെഡി ആയിരുന്നു. അതിനുശേഷമാണ് ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കുന്നത്. സോ ഐ ലൈക്ക് ഇറ്റ്. കുറേ നേരമായി ഇവനോട് പഠിക്കാൻ പറയണു, പഠിക്കണില്ല. ഫോണിൽ കളിക്കുക, പഠിക്കാണ്ട് മടി കാട്ടി നടക്കുക. കണ്ടില്ലേ, ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ അൽക്കുലത്ത് വെറുപ്പിക്കൽ പരിപാടികളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പഠിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെ വെറുപ്പിച്ചാണ് കേട്ടോ, വെറുതെ ഒരു രസം. അങ്ങനെ എൻ്റെ ബൊക്കറ്റ് പരിപാടികളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് പിന്നെ കാര്യമായിട്ട് അങ്ങനെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് നേരം അശ്മയുടെ ഒപ്പം കളിച്ച് കളിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഇതോടുകൂടി നമ്മളെ ഓൺ വോയിസിൽ വീഡിയോ ചെയ്യൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബാക്കി ഞാൻ വോയിസ് ഓവർ ആക്കാം. അപ്പോൾ നമ്മൾ മാറ്റി ഒരുങ്ങിയിട്ട് ഇതിപ്പോൾ ഏകദേശം ഒരു സമയം ഒരു 10-11 മണി ആ ഒരു ടൈമാണ്. അതിന് നമ്മൾ മാറ്റി ഒരുങ്ങലൊക്കെ കഴിഞ്ഞതിനു ശേഷം ബൊക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഈ ഒരു പോക്ക് ഓൾറെഡി പ്ലാൻഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മൾ കുട്ടിപ്പട്ടാളങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു, പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല വൈബാക്കിയിട്ടായിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും ഉണ്ട്. ഫസ്റ്റൊക്കെ നമ്മൾ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഭയങ്കര ചില്ലാക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും സൈഡാവാൻ തുടങ്ങി, കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്കം വരുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരും സൈഡായി ഓരോരുത്തരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനും ആശറും മിന്നൊന്നും ഉറങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ പാട്ടൊക്കെ വെച്ച് അങ്ങനെ വൈബാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇനി ഇക്കങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ, ഇങ്ങൾക്ക് എൻ്റെ അടുത്ത് നിന്ന് കാണാൻ ഇഷ്ടപ്പെട്ട എന്ത് ടൈപ്പ് കോണ്ടൻസ് അഥവാ കണ്ടൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ പറയാം. അതിനനുസരിച്ചിട്ട് എൻ്റെ വീഡിയോസ് ഞാൻ കൺവേർട്ട് ആക്കാൻ ശ്രമിക്കാം. കൺവേർട്ടിന് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളത് എന്ന് വെച്ചെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കൂടുതലും ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇപ്പം ഏകദേശം എത്താറായ സ്ഥിതിക്ക് നമ്മൾ എടുക്കാൻ പോകണമെന്നുള്ളത് പറയാം.
നമ്മൾ കോഴിക്കോട് എയർപോർട്ടിലേക്ക് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹൈവേ റോഡ് കൂടെ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ റീസൺ എൻ്റെ വിചാരം അത്യാവശ്യം അവിടേക്ക് എത്താൻ വേണ്ടി ടൈം ഉണ്ടാവും എന്നൊക്കെയാണ്. പക്ഷേ ഹൈവേ കൂടെ പോയിട്ട് തന്നെ നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോണ വഴിക്കാണെന്നുണ്ടെങ്കിൽ ഹനാൻ്റെ കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നമ്മൾ ഇയായ ഷൂട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോസാണ്. എബൈറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഇയായ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എയർപോർട്ട് റോഡിൻ്റെ അവിടേക്ക് മൊത്തം ഈ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. കാരണം ഇയായ ഷൂട്ട് ചെയ്ത ഫോട്ടോസ് അല്ലേ, അപ്പം അതിൻ്റെ ഒരു ഇതിൽ നമ്മളിങ്ങനെ വായ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ നമ്മൾ ചായയും അങ്ങനെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചായ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പിന്നെ നേരെ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് ഒന്നും കൂടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ആണോ, ബ്യൂട്ടി കണ്ടൻസ് ആണ്, ഇല്ലെങ്കിൽ സ്റ്റഡി വ്ളോഗ്സ്, അങ്ങനത്തെ ടൈപ്പ് കണ്ടൻസ് ആണ് വേണ്ടതെന്നുള്ളത് ഒന്ന് കമൻറ്റ് ആക്കുക. എന്നാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മൾ എയർപോർട്ടിലൊക്കെ എത്തി ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് പിന്നെ എൻ്റെ ബൊക്കെ ഇടയിൽ ലൂസായി വന്നിട്ടുണ്ടായിരുന്നു. ടേപ്പ് പൊട്ടിച്ചതാണ്, എന്നാലും ലൂസായിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്തതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ബൊക്കെ ഒന്ന് ടൈ ഒക്കെ ചെയ്തൊന്ന് സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഹായ് ഗായ്സ്, അങ്ങനെ 2 കൊല്ലത്തിന് ശേഷം അവർ വരികയാണ്. ഞങ്ങൾ എയർപോർട്ടിലെത്തി, വെരി എക്സൈറ്റഡ്. അപ്പോൾ ചെറിയ ക്ലൂ നിങ്ങൾക്ക് കിട്ടിയില്ലേ? അതെ ഗൈസ്, നമ്മൾ കുറച്ച് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നിട്ടുള്ളതാണ്. ആഫ്റ്റർ 1.5 ഇയേഴ്സിന് ശേഷമാണ് നമ്മൾ ഒരു കാണാൻ വേണ്ടി പോകുന്നത്. വ്ളോഗ് ഇത്ര കൺസിസ്റ്റൻ്റ് ആക്കി തുടങ്ങിയിട്ട് ഒരു ഫസ്റ്റ് ടൈമാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് നേരത്തെ എത്തിയോണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ആക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. അത്യാവശ്യം കുറേ ടൈം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബട്ട് നമ്മൾ ഈ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ വെയിറ്റ് ആക്കലൊന്നും ടൈം പോകണേന്ന് നമുക്കറിയില്ല. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ബൊക്കറ്റ് അങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ട്, അതായത് വരുന്ന വരെ നമുക്ക് സേഫായിട്ട് ഉണ്ടാവണമല്ലോ, അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു. സ്ക്രീനിൽ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അറൈവൽസും കാര്യങ്ങളൊക്കെ അറിയുന്ന ആ ടൈമിൽ നമ്മൾ അവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്തൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും ഹാപ്പി ആയിരുന്നു. നമ്മളിങ്ങനെ എയർപോർട്ടിലൊക്കെ പോയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഓരോരുത്തരെ പിക്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താ പറയുക, നമ്മൾ അധികം നമുക്ക് കിട്ടാത്തൊരു സംഭവമാണ്. ഒന്നല്ലെങ്കിൽ പപ്പ വരുമ്പോഴേക്കാരം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ വരുമ്പോഴേക്കാരം. അപ്പോൾ അതും എപ്പോഴും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ദ റൈറ്റ് ടൈം ടു റിവീൽ ദ സർപ്രൈസ്. വേറെ ഒന്നുമല്ല, മാമ, ബാബി, ഷമകാക്ക ഇവരൊക്കെ ആഫ്രിക്കയിൽ നിന്ന് വരികയാണ്. അപ്പോൾ അതിൻ്റെ പൊലിവിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. കണ്ട ടൈമിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. കാരണം അത്രയും നേരം നമ്മൾ വെയിറ്റ് ആക്കുകയല്ലേ. അപ്പോൾ അങ്ങനെ ഒരു സേഫായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായില്ലേ ഞാൻ എന്തിനാണ് ബൊക്കറ്റ് ഉണ്ടാക്കിയെന്നുള്ളത്. അങ്ങനെ ഞാൻ ബൊക്കറ്റും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഷാമു കാക്കാനെ കാണിക്കുന്നത്. സോ ഇതാണ് ഷാമു കാക്ക. അപ്പോൾ നമ്മളൊരു ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്താ പറയുക, വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ആക്കിയിട്ട് അങ്ങനെ നിൽക്കുകയായിരുന്നു. ചിലപ്പോൾ ഇത് ചിലവർക്ക് കാണുമ്പോൾ ഭയങ്കര സംഭവമായിട്ടൊന്നും തോന്നുന്നുണ്ടാവില്ല. ബട്ട് നമുക്ക് ഇത് ഭയങ്കര വലിയ സംഭവമാണ്. അതുകൊണ്ടാണ് ഐ തോട്ട് ടു ക്യാപ്ചർ ദീസ് മൊമെൻറ്റ്സ്. ദർദ് ന പായേ ചീനും തേരി ഉൽझने. നമ്മുടെ ഒഫീഷ്യൽ ബ്ലോഗറാണല്ലേ പുതിയ ഹാപ്പി ഫാമിലി. കണ്ടില്ലേ ഫാമിലിയിൽ ഞാനൊരു വലിയ വ്ളോഗറാണ്. അങ്ങനെ നമ്മൾ ഓരോക്കെ കൂട്ടിയിട്ട് പിന്നെ നമ്മൾ ചായ കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് നിർത്തിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുകയാണെന്നാണ് വിചാരിച്ചത്. പക്ഷെ കോടായിരുന്നു ഗൈസ്. നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു മൊത്തത്തിൽ. ഇമ്മച്ചൊക്കെ ഭയങ്കര പൊലിവിലാണ്. ബിക്കോസ് ഹെർ സൺ ആൻഡ് ഫാമിലി ആണല്ലോ വന്നത്. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഗൈസ്. ഇവിടെ ഭയങ്കര കോടാണ്. ഇത് കണ്ടോ ആദ്യത്തെ ഭയങ്കര മഞ്ഞ്. ഞാൻ പോക്കുകയാണെന്ന് വിചാരിച്ചു. ഞാൻ പകുതി ഉറക്കത്തിലാണ്. പക്ഷെ ഭയങ്കര കോടാ. കാണിച്ചരാ വയസ്സ് പുകയില്ല, ഭയങ്കര മഞ്ഞാണ്. അവിടെ നല്ല മഞ്ഞാണ്. ഫോക്കസ് ആകുന്നില്ല. കണ്ടില്ലേ, ഞാനൊക്കെ പകുതി ഉറക്കത്തിലായിരുന്നു. എന്നിട്ട് ഞാനിങ്ങനെ നീച്ചപ്പോൾ പെട്ടെന്ന് എന്താ പുകയെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര കോടയാണ് എന്നുള്ളത്.
മഞ്ഞൊക്കെ ഇറങ്ങിയ ആ ഒരു ടൈമായിരുന്നു കേട്ടോ. ഒരു ഏർലി മോർണിംഗ് എന്നൊന്നും പറയാനില്ല, ഒരു 3 മണി ആ ഒരു ടൈമിലായിരുന്നു. അങ്ങനെ പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള കാപ്പിയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഈ മഞ്ഞിറങ്ങി നിൽക്കുന്ന ടൈമിൽ ഇതുപോലെ ചൂടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു അടിപൊളി ഫീലാണ് ഗൈസ്. നമുക്കെപ്പോഴും കിട്ടുന്നതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു അന്ന്. പിന്നെ നമ്മൾ പഴംപൊരി കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വ്ളോഗൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പുതിയ ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചായ കുടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഇങ്ങനെ കുട കാണിച്ചുകൊണ്ട് നിൽക്കുകയാണ്, കാരണം ഇങ്ങനെ മൂവിങ് ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കടന്നുറങ്ങി. ഈ ബാക്കിയുള്ള ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തത് മിന്നുവാണ്. ഇത് പിന്നെ എനിക്ക് തോന്നുന്ന ഒരു സുബഹി നേരം ആ ഒരു ടൈമിലൊക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു 4:30-5 മണി ആ ഒരു ടൈമിൽ ഭയങ്കര ബ്ലൂ ആയിട്ട് നിൽക്കുന്നു കേട്ടോ സ്കൈ. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വന്നിട്ട് വീട്ടിലേക്ക് എത്തുന്ന വരെയുള്ള വ്ളോഗും കാര്യങ്ങളും മാത്രമാണ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. പക്ഷേ നെക്സ്റ്റ് ഡേയും ഞാൻ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തത് ഷോർട്ട് ആയതും കൊണ്ട് അതും കൂടെ ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഈ വ്ളോഗ് ഇത്ര ലോങ് ആയത്. ബട്ട് ഐ തിങ്ക് നമ്മളെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കെങ്കിലും നമ്മളെ വീഡിയോസൊക്കെ ലോങ് ആവണം എന്നുണ്ടെങ്കിൽ ഐ തിങ്ക് യു വിൽ ലൈക്ക് ദിസ്. നെക്സ്റ്റ് ഡേ ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം നമ്മൾ എത്തിയിട്ട് ഞാൻ അങ്ങനെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നീച്ചതിനെ ഒരു ഉച്ചര ആ ഒരു ടൈമിലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ നീച്ചിട്ട് അകക്കൂടെ കിളി പോയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ബൊക്കറ്റൊക്കെ ഇവിടെ സേഫായിട്ട് ഇരിക്കുന്നുണ്ട് ഷെൽഫിൽ. ഞാൻ ഉറക്കത്തുനിന്ന് നീച്ച ആ ഒരു മപ്പിലങ്ങനെ ഇരിക്കുകയായിരുന്നു. എനിക്കിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് പോലും മര്യാദക്ക് എടുക്കാനും അപ്ലോഡ് ചെയ്യാനും പറ്റാത്തത്. ബട്ട് ഐ ഷുഡ് ഫൈൻഡ് ടൈം ഫോർ മൈ കണ്ടന്റ് ക്രിയേഷൻ ടു, ബിക്കോസ് ഐ ലവ് ഡൂയിങ് ദിസ് ഗൈസ്. നമ്മളവിടെ കാണുന്നുണ്ടെങ്കിൽ മഴയൊക്കെ ഭയങ്കര കുറവാണ്, പക്ഷേ ഇവിടെ മാഷാഅല്ലാ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. മഴ മീൻസ് ഭയങ്കര ചാറലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഉച്ചക്കേക്ക് ലഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ചെന്നൊന്നും പറയാനില്ല, ബ്രഞ്ചായിട്ട് നമുക്ക് കൂട്ടാം. അങ്ങനെ അതും കൂടെ കഴിച്ച് ഞാനും മിന്നൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പിൻ്റെ സമയം ആയതുകൊണ്ട് നമ്മൾ TV-യിൽ ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഓൾ ടൈം ഇങ്ങനെ ഓടിക്കൊണ്ട് കിട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഫിഫ വേൾഡ് കപ്പിൽ നിങ്ങൾ ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് കമൻ്റ് ആക്കുക. നമുക്ക് നോക്കാമല്ലോ ഏറ്റവും കൂടുതൽ ആരെയാണ് സപ്പോർട്ട് ആക്കണമെന്നുള്ളത്. പിന്നെ ഞാൻ പറയാൻ വിട്ടൊരു കാര്യം, നമ്മളെ ആമി സ്കൂളിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈവനിങ് ഓളെ സ്കൂൾ ബസ്സൊക്കെ വന്ന് ഓളെ മാമി പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ടൈമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഈവനിങ് ഇയായ പുറത്ത് പോയി വന്നപ്പോൾ ഉഴുന്നുവടയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൈതവേ ആഫിക്കാക്കി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ മസാലയൊക്കെ തേച്ച് അങ്ങനെ ഭയങ്കര ചിൽ ടൈമായിട്ട് എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു. ബാക്കിയുള്ള ഈ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുക്കുന്നത് നൈറ്റാണ്. നമ്മളെ പൊട്ടിക്കൽ സമയത്താണ് ഈ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. ആദ്യം തന്നെ നമ്മളെ ആമിക്കും സഹൂനും ഒരേപോലത്തെ ടെട്ടി ബിയർ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പേരിടൽ ഞാൻ തന്നെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കു എന്നാണ് പേരിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ മുട്ടായികൾ, ബിസ്ക്കറ്റ്, മാഷ്മെല്ലോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പൊട്ടിച്ചപ്പോൾ ഞാൻ വീഡിയോ എടുക്കാണ്ട് പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്നായിരുന്നു. പിന്നെ കാഷ്യൂ നട്ട്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആസ് എ കോഫി ലവർ ചോക്ലേറ്റ്സിനേക്കാൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ കോഫി പൗഡർ ആയിരുന്നു. ഓഫ് കോഴ്സ് അതിൻ്റെ ഇടയിൽ ഞാനൊരു മാഷ്മെല്ലോ കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് അൺബോക്സിങ് ആവാം. മാമ 2 ബാഗും അതേപോലെ തന്നെ മോനൊരു ടീഷർട്ടും തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഞാനത് അടിച്ചു മാറ്റും. പിന്നെ ചിക്കൻ സ്റ്റോക്ക് അങ്ങനത്തെ സംഭവങ്ങളും അതിൻ്റെ ഇടയിൽ ഞാൻ കാഷ്യൂ നട്ട് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ബാക്കി അൺബോക്സിങ് ആവാം. ഫസ്റ്റ് തന്നെ ഈ കലണ്ടർ ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മളൊരു കേക്ക് എന്താ പറയുക സ്ക്രേപ്പ് ചെയ്യുന്ന സാധനം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫിഫ വേൾഡ് കപ്പ് ആയതുകൊണ്ടാണ് ഇന്ന് ബോൺബോണൊക്കെ അതിൻ്റെ എഡിഷനിലാണ് ഇറക്കിയിട്ടുള്ളത്. ഞാൻ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും അല്ല പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഒക്കെ പോലെ തോന്നുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ബാബിയുടെ കുറേ എന്താ പറയുക ജ്വല്ലറീസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ജ്വല്ലറീസ് അങ്ങനത്തെ ഒക്കെ തരുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പീസസ് പോലത്തെ ഓരോ സംഭവങ്ങളും അതേപോലെ ഇയറിങ്സും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജ്വല്ലറീസ് ഇങ്ങനെ കളക്ട് ചെയ്യുക. അതിൻ്റെ കളക്ഷൻസ് ഇങ്ങനെ ഭയങ്കര രസമല്ല ഓർഗനൈസ് ചെയ്തിട്ടൊക്കെ വെക്കുക, ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ടീ ബാഗും പിന്നെ കുറേ ചോക്ലേറ്റ്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കീ ചെയിന് പിന്നെ അതേപോലെ തന്നെ പെണ്ണ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എടുത്ത് കാണിച്ചൊക്കെ ഞാൻ അതേപോലെ തിരിച്ചു വെക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര മെസ്സാവും. ഇനി നമുക്ക് എന്തായാലും നെക്സ്റ്റ് ബാഗ് അൺബോക്സ് ചെയ്യുക. അതിൽ ഫസ്റ്റ് തന്നെ മമ്മാക്ക് ഭയങ്കര ഹാപ്പി ആവുന്ന സംഭവമാണ് ഈ കിച്ചൺ ഐറ്റംസ് കിട്ടുക എന്നുള്ളത്. അങ്ങനെ ഒരു നൈഫ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറേ പെൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെർഫ്യൂംസ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സ്മെല്ലുള്ള കുറേ പെർഫ്യൂംസും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിൽ നമുക്ക് ഇങ്ങനെ ഇന്ന ആൾക്ക് എന്നൊന്നുമില്ല, ഏതാണെങ്കിലും അടിക്കും. എന്നാലും ഇക്ക് പ്യുവർ ബ്ലാക്ക് ചെയ്തും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ല്
ഉണ്ടായിരുന്നു. കമ്മിങ് ടു ദ പോയിന്റ്, എൻ്റെ മമ്മക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു സംഭവമായിരുന്നു ഈ ബീറ്റർ. കാരണം മമ്മാൻ്റെയും ബാബിയുടെയൊക്കെ സ്ഥിരം കോൺവെർസേഷൻസിൽ ഒരിങ്ങനെ ഷെയർ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മമ്മ ബീറ്ററിനെ കുറിച്ച് ഇങ്ങനെ ഷെയർ ചെയ്തപ്പോൾ ബാബി സർപ്രൈസ് ആയിട്ട് മമ്മക്ക് കൊണ്ടുവന്ന് തന്നതായിരുന്നു. എൻ്റെ അമ്മ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ കിട്ടിയപ്പോൾ. ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വ്ളോഗിൽ ഉണ്ടായിരുന്നത്. ഇനി എന്തായാലും നമുക്ക് അടുത്ത അടിപൊളി വ്ളോഗിൽ കാണാം ഗൈസ്. ടാറ്റാ ബൈ, സീ യു, അസ്സലാമു അലൈക്കും. पर ही सब खता